നിങ്ങളുടെ അച്ഛൻ പെൻഷൻ പറ്റി വീട്ടിലിരിക്കേണ്ടായിരുന്നു ദാസേട്ടാ. എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ ഇപ്പോഴീ വീട്ടിലൂടെ കണ്ണു തുറന്ന് നടക്കാൻ. ഓരോരോ കോപ്രായങ്ങൾ, അതും വയസ്സാം കാലത്ത്. ഈ മുതുകിളവനാട്ടം കൂടി കാണാനുള്ള യോഗം ഉണ്ടാവും എൻ്റെ ജാതകത്തിൽ. അല്ലാതെ എന്താ ഞാനിപ്പോൾ ഇതിനെല്ലാം പറയുക. കയ്യിലിരുന്ന കുടിവെള്ളത്തിൻ്റെ ജഗ് മേശപ്പുറത്ത് ശബ്ദത്തോടെ വെക്കുന്നതിനൊപ്പം തന്നെ പരാതിക്കെട്ടുകൂടി അഴിച്ചു വിതറി തന്നെ നോക്കുന്നവളെ ദയനീയമായി തന്നെ ഇന്നും നോക്കി ദാസൻ. ഈ അച്ഛൻ ഇന്നും എന്നെ പട്ടിണി കിടത്തുമല്ലോ എൻ്റെ ഭഗവാനെ എന്നൊരു ആത്മഗതത്തോടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മേശയിൽ ചാരി നിൽക്കുന്ന അനുവിനരികിലേക്ക് എത്തിയവൻ. ഇന്നെന്താ അനൂട്ടി നീ കണ്ടത്? അച്ഛൻ അമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നതാണോ, അതോ മുടി ചീവിക്കെട്ടി പൂ വയ്ക്കുന്നതോ? പറഞ്ഞിട്ടും തീരാത്തതുപോലെ പിന്നെയും പിറുപിറുത്തു കൊണ്ടിരിക്കുന്നവളുടെ കവിളൊന്നു പിച്ചി വലിച്ച് ദാസൻ ചിരി ഒളിപ്പിച്ച് ചോദിച്ചതും അവൻ്റെ കൈ തൻ്റെ കവിളിൽ നിന്ന് ശക്തിയിൽ തട്ടിയെറിഞ്ഞു അനു. ഒപ്പം തനിക്കടുത്തേക്ക് കൊഞ്ചി ചേർന്ന് വരുന്നവനെ പിന്നോക്കം തള്ളി അകറ്റുക കൂടി ചെയ്തു അവൾ. നീ എന്താടി ഇങ്ങനെ? മനുഷ്യൻ എപ്പോൾ തൊട്ടാലും ആടിൻ്റെ മേത്ത് വെള്ളം തളിച്ച പോലെ തുള്ളി തെറിച്ച് മനുഷ്യനെ തള്ളി മാറ്റിക്കൊണ്ട് തള്ളി വിട്ടെടുത്ത് നിന്ന് തിരികെ വന്ന് അനുവിൻ്റെ ദേഹത്ത് തന്നെ ഒട്ടിച്ചേർന്ന ദാസൻ പരിഭവം പറഞ്ഞ് മുഖം വീർപ്പിച്ചതും അവനെ കനപ്പിച്ചെന്നു നോക്കി അനു. അതോടെ അവളിൽ നിന്ന് അകന്ന് തിരികെ ബെഡിൽ തന്നെ പോയിരുന്നു ദാസൻ. അവൻ്റെ നോട്ടം അപ്പോഴും അനുവിൽ തന്നെയാണ്. അതറിഞ്ഞതും അനുവിൻ്റെ കണ്ണുകളും കൂർത്തു അവന് നേരെ. ആകെ ആഴ്ചയിൽ 2 ദിവസമാണ് മനുഷ്യൻ വീട്ടിലേക്ക് വരുന്നത്. അതും ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ലീവ് ഒപ്പിച്ച് കെട്ടിയ പെണ്ണിൻ്റെ കൂടെ നിൽക്കാനുള്ള കൊതി കൊണ്ട്. എന്നിട്ട് വീട്ടിൽ വന്നാൽ ഇവിടെ ഒരുത്തിക്ക് വല്ലപ്പോഴും വരുന്ന കെട്ടിയവനെ നോക്കാനോ അവനൊപ്പം ഇരുന്നും കിടന്നും ഭാവി തലമുറയെ വാർക്കാനോ ഒന്നും സമയവും നേരവും ഇല്ല. ഉള്ള സമയം മുഴുവൻ അമ്മായിയപ്പൻ്റെയും അമ്മായിയമ്മയുടെയും പിന്നാലെ നടന്ന് അവരുടെ സീൻ പിടിച്ച് അതും കുറ്റമാക്കി പറഞ്ഞു നടക്കുവാണ് അവളൊരുത്തി. തന്നെ കൂർപ്പിച്ചു നോക്കുന്നവളെ അതേപോലെ തിരിച്ചു നോക്കി ദാസൻ പറഞ്ഞതും മുറിയിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞിറങ്ങിപ്പോയി അനു. അങ്ങനെ ഇന്നത്തെ രാത്രി നിങ്ങൾ കാരണം എൻ്റെ കാര്യം ഗോവിന്ദയായല്ലോ എൻ്റെ പൊന്നച്ചാന്ന് പറഞ്ഞ് ദാസൻ കിടക്കയിലേക്ക് മലർന്നു കിടന്നു. ഒട്ടു നേരത്തെ കിടപ്പിനു ശേഷം ചുണ്ടിലൊരു പുഞ്ചിരിയുമായി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അച്ഛൻ്റെ മുറിക്ക് നേരെ ദാസൻ നടന്നതും അവനെതിരെ വന്ന അനു എങ്ങോട്ടാണെന്നതുപോലെ അവനെ നോക്കി. ആ നോട്ടം അറിഞ്ഞിട്ടും അവളെന്നൊരാളെ കണ്ട ഭാവം നടിക്കാതെ അച്ഛൻ്റെ മുറിവാതിലിൽ ചെറുതായിട്ടൊന്ന് തട്ടി പുറത്ത് കാത്തുനിന്നു ദാസൻ. ദാസൂട്ടാ, കയറി വാടാ മോനെ. അകത്തുനിന്ന് അമ്മയുടെ ശബ്ദം കേട്ടതും വാതിൽ തള്ളി തുറക്കുന്ന ദാസൻ മുമ്പിലെ കാഴ്ചയിൽ പല്ലു നിറുമ്മി. അമ്മയുടെ മടിയിൽ തലവെച്ച് തന്നെ നോക്കി ചിരിക്കുന്ന അച്ഛൻ. ആ ചിരിയിൽ അച്ഛൻ ഒളിപ്പിച്ച കളിയാക്കൽ കണ്ടതും അവൻ വേഗത്തിൽ അമ്മയ്ക്കടുത്തെത്തി അച്ഛനെ ആ മടിയിൽ നിന്ന് തള്ളി മാറ്റി പകരം അവിടെ തലവെച്ച് കിടന്ന അച്ഛനെ പുച്ഛിച്ചു. ഇതെൻ്റെ ഭാര്യയാണ്, ഞാനാണിവിടെ കിടക്കേണ്ടത്. നിനക്ക് കിടക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ സ്വന്തമായിട്ട് ഒരുത്തി ഇല്ലേടാ. അവളുടെ അടുത്തോട്ട് ചെല്ലു നീ. ദാസനെ വലിച്ച് താഴെയിടാൻ നോക്കി അച്ഛൻ പറഞ്ഞതും അച്ഛനെ കനപ്പിച്ചൊന്നു നോക്കി. അത് കണ്ടതും അച്ഛൻ്റെ മുഖത്തൊരു കള്ളച്ചിരി തെളിഞ്ഞു. അവളിന്ന് നിന്നോട് പിണങ്ങിയല്ലേടാ? സോറി. ദാസനോട് ചേർന്ന് കിടന്ന അച്ഛൻ പറഞ്ഞതും അച്ഛനെ സൂക്ഷിച്ചു നോക്കിയവൻ. ഇന്നെന്താണ് രണ്ടും കൂടി എൻ്റെ പെണ്ണിൻ്റെ മുന്നിൽ വെച്ചൊപ്പിച്ചത്? സത്യം പറയാലോ അച്ഛാ, റിട്ടയർഡ് ആയതിൽ പിന്നെ അച്ഛൻ വല്ലാതെ വഷളായിട്ടുണ്ടെന്നാ എൻ്റെ പെണ്ണ് വെറുതെ പറയുന്നതല്ല കേട്ടോ. ചെറുപ്പക്കാർക്കില്ലാത്ത ഇളക്കാണ് അച്ഛന്. അനുവിൻ്റെ ഭാഷയിൽ പറഞ്ഞ മുതുകിളവനാട്ടം. ദാസൻ പറഞ്ഞത് ഒരു പൊട്ടിച്ചിരി ഉയർന്ന അച്ഛനിൽ നിന്നും. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തത് അവൾ കണ്ടതിനാണോടാ അവളെന്നെ മുതുകിളവനാക്കിയത്? ഞാനേ ചെറുപ്പക്കാരൻ. ചിരി മായാതെ പറയുന്ന അച്ഛനെ ഇറുകി തന്നോട് ചേർത്ത് പിടിച്ചു ദാസൻ പെട്ടെന്ന്. അവൻ്റെ ചേർത്ത് പിടിക്കൽ അറിഞ്ഞതും ചിരി നിർത്തി അവനെ നോക്കി അച്ഛനും അമ്മയും. നാളെ മടങ്ങുമ്പോൾ ഞാൻ അനുവിനെയും കൂടെ കൊണ്ടുപോവുകയാണച്ചാ. അവിടെ ക്വാർട്ടേഴ്സെല്ലാം റെഡിയാണ്. ദാസൻ പറഞ്ഞതും നിശബ്ദം അവനെ നോക്കിയവർ. നിങ്ങളെ രണ്ടാളെയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണച്ചാ. ഈ കുറ്റം പറച്ചിലും പരാതിയും ഞാൻ അവൾക്കൊപ്പം ഇല്ലാത്തതുകൊണ്ടാണ്. പാവം പെണ്ണല്ലേ അവള്. എന്നോടുള്ള സ്നേഹം കൊണ്ടുള്ള പരാതിയാണിതെല്ലാം. അവളോട് ദേഷ്യമൊന്നും തോന്നല്ല കേട്ടോ രണ്ടാൾക്കും. അനുവിനോടുള്ള സ്നേഹത്താൽ വിങ്ങുന്ന സ്വരത്തിൽ ദാസൻ പറഞ്ഞതും അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അച്ഛൻ. ഞങ്ങൾക്കറിയാടാ അവള് പാവം കുട്ടിയാണെന്ന്. നിന്നോടുള്ള സ്നേഹക്കൂടുതലാണ് ഞങ്ങളോടുള്ള പരിഭവമായിട്ട് മാറുന്നത്. അവളെയും കൂട്ടി പോയി കുറച്ചു കാലം അവളുടെ മാത്രമായിട്ട് ജീവിക്കുന്നേ. അങ്ങനെ ജീവിക്കുമ്പോഴേ ഈ ഞങ്ങളെയും ഞങ്ങളുടെ സ്നേഹത്തെയും അവൾക്ക് പരിഭവം ഏതുമില്ലാതെ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാൻ പറ്റൂ. എൻ്റെ ജോലി തിരക്ക് കാരണം ഒത്തിരി കാലം നിൻ്റെ അമ്മയ്ക്ക് എന്നെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വന്നത് കണ്ടറിഞ്ഞു വളർന്ന മകനല്ലേ നീ. അന്ന് നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാതെ ഞാൻ മാറ്റിവെച്ച സ്നേഹമാണ് ഇപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാനൊന്ന് കൊടുത്തു തീർക്കുമ്പോഴേക്കും
നിങ്ങൾ പോയി സ്നേഹത്തിൻ്റെ കടമേതുമില്ലാതെ സ്നേഹിച്ച് ജീവിച്ച് തിരിച്ചു വാടാ. സ്നേഹത്തോടെ തന്നെ തഴുകി തലോടി പറയുന്ന അച്ഛനെ നോക്കി കണ്ണിറുക്കി അമ്മയുടെ മുഖം നിറയെ ഉമ്മ വെച്ച് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി ദാസൻ. എനിക്കും കൂടി രണ്ടുമ്മ ആടാ. ഞാൻ നിൻ്റെ അച്ഛനല്ലേടാ. അമ്മേ, ഞാൻ തന്ന ഉമ്മയിൽ നിന്ന് ഒരു 2 എണ്ണം എൻ്റെ വകയായ അച്ഛന് കൊടുത്തേക്കോട്ടോ. പരിഭവം പറയുന്ന അച്ഛനെ ചിരിയോടെ നോക്കി ദാസൻ പറഞ്ഞതും ചിരിയോടെ അമ്മ അച്ഛനും പുറകിൽ പതുങ്ങിയതും മനസ്സ് നിറഞ്ഞുപോയി ദാസന്. അതുപോലെ ഈ സംസാരമെല്ലാം കേട്ട ആ വാതിലിനപ്പുറം നിന്നിരുന്ന അനുവിൻ്റെ കണ്ണുകളിലും 2 തുള്ളി കണ്ണുനീർ തിളങ്ങി. തന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു കുടുംബത്തെ സ്വന്തമായി കിട്ടിയതോർത്ത്. ഇഷ്ടമാണ് ഇവിടുത്തെ അമ്മയെയും അച്ഛനെയും, ദാസനോളം തന്നെ. പക്ഷേ അമ്മയോടുള്ള അച്ഛൻ്റെ സ്നേഹവും പരിഗണനയും എല്ലാം കാണുമ്പോൾ ദാസേട്ടൻ താൻ ആഗ്രഹിക്കുമ്പോൾ തനിക്കരികിലില്ലല്ലോ എന്ന ദേഷ്യം മനസ്സിലാകെ നിറയും. പിന്നെ കാണുന്നതിനോടും കേൾക്കുന്നതിനോടുമെല്ലാം പരാതിയും പരിഭവവുമാണ് തനിക്ക്. ജോലിമാറ്റം കിട്ടാൻ ദാസേട്ടന് ബുദ്ധിമുട്ടാണെന്നറിഞ്ഞിട്ടും താൻ വാശി പിടിച്ചപ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകാനുള്ളതെല്ലാം ചെയ്തു വന്നിട്ടാണ് ദാസേട്ടൻ തൻ്റെ മുമ്പിൽ ഈ 2 ദിവസം നിന്നതും തൻ്റെ പരാതിയും പരിഭവവും എല്ലാം കേട്ടതെന്നും ഓർത്തപ്പോൾ ദാസനോടുള്ള സ്നേഹത്താൽ വിങ്ങി അവൾക്കുള്ളം. അവൻ്റെ നെഞ്ചിൽ ചേരാനും അവനിൽ അലിയാനും അവൾ അത്രയും മോഹിച്ചതും ദാസൻ്റെ കൈകൾ അവളെ എടുത്തുയർത്തി മുറിയിലേക്ക് നടന്നിരുന്നു. അവരുടെ പ്രണയലോകത്തേക്ക്. ഒരാളിൽ മറ്റൊരാൾ ലയിച്ചു തീരും വരെ പ്രണയിക്കാൻ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.